ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പുതിയ നിയമത്തിലൊരു ഭാഗം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. പ്രസാദകരമായ ജീവിതം. സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, പൗലോസ് ശ്ലീഹ ആദ്യമായിട്ട് എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതപ്പെട്ട ഒന്നാമത്തെ ലേഖനം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും, പൗലോസ് ശ്ലീഹയുടെ ദർശനവും ക്രിസ്തു അനുഭവം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു തെസ്സലോനിക്കക്കാർ. അതുകൊണ്ട് അവരുടെ ആരംഭത്തിൽ അവരുടെ ജീവിതം കർത്താവിൽ നിന്ന് പൗലോസ് ശ്ലീഹയും മറ്റ് ശിഷ്യന്മാരും വഴി കേട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ജീവിക്കുന്നതിൽ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ സംസാരിക്കുന്നത്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പള്ളിയിൽ പോകുന്നതും തീർത്ഥയാത്രത്തിൽ പോകുന്നതും ധ്യാനത്തിന് പോകുന്നതും ഒക്കെ ദൈവാനുഗ്രഹം ലഭിക്കാനാണ്. ദൈവാനുഗ്രഹം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമമാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. ആത്മീയമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം, മാനസികമായിട്ടായിരിക്കാം. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പള്ളിയിൽ മാത്രം പോയാൽ മതിയോ? അല്ലെങ്കിൽ തീർത്ഥകേന്ദ്രത്തിലോ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ മാത്രം പോയതിൻ്റെ പേരിൽ മാത്രം നമുക്ക് കിട്ടുമോ? ഞാൻ 4-5 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവാനുഗ്രഹം ലഭിക്കാൻ എന്ത് ചെയ്യണം? അതിൽ ആദ്യത്തെ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വചനഭാഗത്ത് വായിച്ചു കേട്ടത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതപ്പെട്ട ഒന്നാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധി ഉണ്ടാകണം. എന്താണ് വിശുദ്ധി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? കർത്താവ് പൗലോസ് ശ്ലീഹ പറയാണ്, എൻ്റെ ശുശ്രൂഷയുടെ, എൻ്റെ പ്രഘോഷണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. എൻ്റെ വിശുദ്ധീകരണം, നിങ്ങളുടെ വിശുദ്ധീകരണം. നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടുള്ളത് അസാൻമാർഗികതയിൽ ജീവിക്കാനല്ല, വിശ്വാസം ജീവിക്കുന്നതാണ് ധാർമ്മികത. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകണമെങ്കിൽ യഥാർത്ഥ ധാർമ്മികതയിലേക്ക് വരണം. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും ധാർമ്മികത ഉണ്ടാകണം. അപ്പം ഈ ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ട? അതിൻ്റെ ക്രൈറ്റീരിയൻ എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ധാർമ്മികതയുണ്ട്, വിശ്വാസമുണ്ടെന്ന് പറയുന്നത്? അത് 10 കൽപ്പനകളാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ വഴി നൽകപ്പെട്ട 10 കൽപ്പനകൾ. അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ വ്യാഖ്യാനിച്ചു. അത് കഴിഞ്ഞാൽ 10 പ്രമാണങ്ങളെ 2 പ്രമാണങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട്, 4 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ സഹോദര സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ദൈവ പ്രമാണങ്ങളും വചനവും എപ്പോൾ നമ്മൾ നന്നായി നല്ല ജീവിക്കുന്നുവോ, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അതനുസരിച്ചുള്ള നൈർമല്യത്തിൽ ജീവിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകും. അപ്പോൾ ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാതെ നമ്മൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും മറ്റു തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്താലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫലമൊന്നും കിട്ടില്ല. നമ്മുടെ ബലി കർത്താവിന് സ്വീകാര്യമാകണമെങ്കിൽ നമുക്ക് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നൈർമല്യം ഉണ്ടാകണം. നൈർമല്യം ഉണ്ടാകാതെ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ മാത്രം നമുക്ക് കൃപകൾ ലഭിക്കില്ല. അപ്പോൾ ദൈവപ്രമാണങ്ങളും കൽപ്പനകളും ദൈവത്തിൻ്റെ വചനം പാലിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ടേക്കിംഗ് ഗാഡ് സീരിയസ്ലി എന്നുള്ളതാണ്. ദൈവത്തെ ഗൗരവത്തിലെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് ടേക്കിംഗ് ഗാഡ് സീരിയസ്ലി, ദൈവത്തെ ഗൗരവത്തിലെടുക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ആണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയുടെ അടയാളമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെമിനാറിലൊക്കെ മോറൽ തിയോളജി പഠിപ്പിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ പഠിപ്പിച്ച ഗുരുഭൂതരൊക്കെ ആദ്യം പഠിപ്പിക്കുന്നത് ഈ ഫണ്ടമെൻ്റൽ മോറൽ തിയോളജിയാണ്. എന്താണ് ഫണ്ടമെൻ്റൽ മോറൽ തിയോളജി? ഫണ്ടമെൻ്റൽ മോറൽ തിയോളജി എന്ന് പറഞ്ഞാൽ മൊറാലിറ്റി ബേസ്ഡ് ഓൺ 10 കമാൻഡ്മെൻറ്റ്സ്.
10 കൽപ്പനകളെ കേന്ദ്രീകരിച്ചുള്ള 10 കൽപ്പനകളുടെ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ ധാർമ്മികതയുടെ നട്ടെല്ലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നത്. ഈ വിശുദ്ധിക്ക് ചാരുത പകരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ക്ഷമ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ക്ഷമയുടെ ഒരുപാട് മാതൃകകൾ, കർത്താവ് തന്നെ ഏറ്റവും നല്ല മാതൃക, പരിശുദ്ധമ്മ വലിയ മാതൃക. അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ജോസഫുണ്ട്. ജോസഫ് യഥാർത്ഥത്തിൽ വലിയ ക്ഷമയുടെ മാതൃകയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ജോസഫിനെ കുറിച്ച് എന്താ പറയുന്നത്? ജോസഫിനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് ഈജിപ്തിൽ നിന്ന് വന്ന കച്ചവടക്കാർക്ക് പൈസയ്ക്ക് വിറ്റതാണ് അവരുടെ സഹോദരന്മാർ. അങ്ങനെയുള്ള ജോസഫ് ഇത്രമാത്രം ദ്രോഹം ചെയ്ത സഹോദരന്മാരോട് അദ്ദേഹം നിരുപാധികം ക്ഷമിച്ചു. അപ്പോൾ കർത്താവ് ജോസഫിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജോസഫ് ഈ പറഞ്ഞ രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വിശുദ്ധിയുടെ ഒരു ഭാഗമാണ് ക്ഷമ എന്ന് പറയുന്നത്. നമുക്കറിയാം, ജോസഫിന് ലഭിച്ച 2 മക്കളുടെ പേര് മനാസെ, എഫ്രായിം എന്നാണ്. എന്താണ് മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം? നീ ക്ഷമിക്കണം, നീ മറക്കണം. അതാണ് മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ജോസഫ് തനിക്ക് ലഭിച്ച 2 മക്കളെ ആദ്യം മനാസെ എന്നിട്ടു, മറന്നു. അത് തൻ്റെ തന്നെ ജീവിത അനുഭവമാണ്. തന്നെ ദ്രോഹിച്ചവരെ, സഹോദരന്മാരോടടക്കം എല്ലാവരോടും ക്ഷമിച്ച് ആ അപരാധം മറന്നുപോയി. അപ്പം അതിൻ്റെ പേരിൽ ആദ്യത്തെ പുത്രന് മനാസെ എന്ന് പേരിട്ടു. 2ാമത്തെ പുത്രൻ ദൈവത്തിൻ്റെ കൃപയായിട്ട് ആ ക്ഷമ കൊടുത്തപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ജോസഫ് പറയാണ്, യു ആർ ബ്ലെസ്സിങ് എന്നർത്ഥമുള്ള എഫ്രായിം എന്ന് പേരിട്ടു. അപ്പോൾ ഈ വിശുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസവും ക്ഷമയും ഒക്കെ അടങ്ങുന്ന ഒരു ജീവിതമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ദൈവാനുഗ്രഹം ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് ദേവാലയത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട 2 ഗുണങ്ങളാണ്. ഒന്ന് വിശുദ്ധി, ആ വിശുദ്ധിക്ക് ചാരുത പകരുന്ന ക്ഷമാശീലം, അത് നമ്മൾ കാണാണ്. 2ാമത് നമ്മൾ കാണുന്ന നീതിബോധം ഉണ്ടാകണം. നമ്മളെല്ലാവരും പറയില്ലേ, അവൻ നീതി പാലിക്കണം, ഇവൻ നീതി പാലിക്കണം, അവൾ നീതി പാലിക്കണം നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നീതിബോധമുണ്ട്? നമ്മുടെ മാതാപിതാക്കളോടുമായുള്ള ബന്ധത്തിൽ, സഹോദരിമാരുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഇടവക ജനവുമായിട്ടുള്ള ബന്ധത്തിൽ, രൂപതാ ജനവുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ നമുക്ക് എന്തുമാത്രം നീതിബോധമുണ്ട്? അപ്പം ചിലർ പറയാറുണ്ട്, ഒരുപാട് ഉപരിപ്രവർത്തനങ്ങൾ ചെയ്യണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. പക്ഷേ നിന്റെ വീട്ടിൽ, നിന്റെ സ്ഥാപനത്തിൽ, നിന്റെ സമൂഹത്തിൽ ജോലി ചെയ്യുന്നവരോട് നീതി പുലർത്താതെ നീ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? ജീവകാരുണ്യ പ്രവർത്തനം വളരെ നല്ലതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈശോ ആവശ്യപ്പെടുന്നതാണ് നീതി എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത്. അപ്പോൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട വലിയൊരു ഗുണമാണ് നീതിബോധവും. അതായത് അർഹിക്കുന്നവർക്ക് അർഹിച്ചത് കൊടുക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഗീവ് വാട്ട് ഈസ് ഡ്യൂ ടു അതേഴ്സ്. അപ്പോൾ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നീതി, സത്യസന്ധത, ഇത് 2ഉം കൂടി ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. സത്യസന്ധർക്ക് ആ നീതി പുലർത്താനുള്ള വൈഭവം ഉണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവം പറയാം. ഞാൻ ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിലാണ് ബിഷപ്സ് ഹൗസിലേക്ക് വന്നത്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ വന്നു. എൻ്റെ കയ്യിൽ അന്നത്തെ ഒരു 15 രൂപ 16 രൂപയ്ക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 20ൻ്റെ നോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 20ൻ്റെ നോട്ട് എടുത്ത് ഡ്രൈവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ പിന്നെ അത് ഇറങ്ങിപ്പോയി. അപ്പോൾ ആൾ പറഞ്ഞു, അച്ഛാ 4 രൂപ തിരിച്ചു തരാനുണ്ട്, ഞാൻ ഉടനെ തരാം എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് 4 രൂപ. അപ്പം ഞാൻ നീ എടുത്തോ, വേണ്ട, നീ എന്നെ പിടിക്ക് കൊണ്ടുവന്നതാണല്ലോ, 16 രൂപ തരാണല്ലോ മെഷീൻ കാണിച്ച് ഞാൻ കണ്ടു, പക്ഷെ നീ 4 രൂപ കൊണ്ടല്ല, നീ അതും കൂടി എടുത്തോ. അപ്പോൾ ഉടനെ തന്നെ ആൾ പറഞ്ഞു, അച്ഛാ എനിക്കത് വേണ്ട, എനിക്ക് അർഹതപ്പെട്ടത് ഈ 16 രൂപയാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അദ്ദേഹം എന്നോട് ആ 4 രൂപ തിരിച്ചു വാങ്ങിച്ചു. പ്രിയപ്പെട്ടവരെ, എത്രയും വലിയൊരു മാതൃകയത്. നമുക്കറിയാം, സങ്കീർത്തനം 15 നമ്മൾ ചൊല്ലുന്നുണ്ട്. നിന്റെ ഗേഹത്തിൽ ആര് വസിക്കും എന്ന് പറഞ്ഞൊരു സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നീതി പുലർത്തുന്നതിനെക്കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെയുള്ള മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാതെ നമ്മൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടിയതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും നന്മ കിട്ടില്ല, നമ്മൾ ആഗ്രഹിച്ച അനുഗ്രഹങ്ങൾ കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. 3ാമതായിട്ട് നമുക്ക് വേണ്ടത്, കിട്ടിയ നന്മകൾക്ക് നല്ല ദൈവത്തോട് നമ്മൾ നന്ദി പറയണം, മനുഷ്യരോട് നന്ദി പറയണം.
പൊതുവെ കേരളീയരെ കുറിച്ച് പറയാറുണ്ട്, അതായത് ഈ നന്ദി പറയുന്ന കാര്യത്തിൽ അല്പം ലുപ്ത് പിടിക്കുന്നവരാണ് നമ്മൾ കേരളീയരെന്ന് പറയാറുണ്ട്. അത് വളരെ വ്യക്തമാണ്. നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ, ഈവൻ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും നന്മ കിട്ടിക്കഴിഞ്ഞാൽ എത്രയോ പേരാണ് വന്ന് അതിൻ്റെ വലിപ്പെടുത്ത് അങ്ങനെ വിവരിച്ച് ആവർത്തിച്ചോ അച്ഛനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അച്ഛൻ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അത് എനിക്കിത് കിട്ടുമായിരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആകാൻ പറ്റില്ലായിരുന്നല്ലോ, ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം അതിൽ ലുപ്ത് പിടിക്കുന്നവരാണ്. പക്ഷേ വചനം പറയാണ്, നല്ല ദൈവത്തോടും മനുഷ്യരോടും നീ കിട്ടിയ നന്മകൾക്ക് നന്ദിയുള്ളവരാകണം. റോമാക്കാർക്കുള്ള ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേര് കോട്ട് ചെയ്യുന്ന, നമ്മൾ കേട്ടിട്ടുള്ള വചനഭാഗമാണ്. നിന്റെ അധ്വാനമോ നിന്റെ ആഗ്രഹമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. നിന്റെ ആരോഗ്യവും നിന്റെ വിദ്യാഭ്യാസവും നിന്റെ സമ്പാദ്യവും നിന്റെ ബന്ധങ്ങളും നിന്റെ കുടുംബവും ഒക്കെ ദൈവം നിന്നോട് കരുണ കാണിച്ചതിൻ്റെ അടയാളമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്കൊന്നും പരാതിപ്പെടാനില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും പരാതിപ്പെടാനുള്ളൂ. കിട്ടിയ നന്മയെക്കുറിച്ച് നമ്മൾ ഓർക്കില്ല, കിട്ടാത്ത നന്മകളെക്കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ വീടുകളിലായാലും സന്യാസ സമൂഹങ്ങളിലായാലും വൈദിക സമൂഹങ്ങളിലായാലും നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണിത്. കിട്ടിയ ഒരുപാട് നന്മകൾ, ചെറുതും വലുതുമായിട്ട് ഒരുപാട് നന്മകളുണ്ട്, അതിനെക്കുറിച്ചൊന്നും നമ്മളത്ര ശ്രദ്ധിക്കില്ല. പക്ഷെ കിട്ടാത്തതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവസന്നിധി ചെല്ലുമ്പോൾ, ദൈവമേ എൻ്റെ ആയുസ്സിനും നീ എനിക്ക് തരുന്ന പരിപാലനയ്ക്കും എനിക്ക് നൽകിയ എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഇടവകയ്ക്കും ഒക്കെ ലഭിച്ചിട്ടുള്ള നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധി ആവരിക്കുമ്പോൾ അത് തന്നെ നമ്മൾ കൃപയുടെ അനുഗ്രഹമായിട്ട് മാറും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നന്ദി ദൈവമേ എന്ന് പറഞ്ഞ് എപ്പോഴും ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുന്ന, നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ ആത്മാവിനെ ഉയർത്തുന്ന ഒരു സ്തോത്രഗീതമായി മാറണം നമ്മുടെ ജീവിതം മുഴുവനും. അതാണ് വചനം നമ്മോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവാലയത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട മൂന്നാമത്തതാണ് കിട്ടിയ നന്മകൾക്ക് നല്ല ദൈവത്തോടും മനുഷ്യരോടുള്ള നന്ദി മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നുള്ളത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ നമുക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കാര്യം കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ തലമുടി നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര തലമുടി ഇഴകൾ നമ്മുടെ തലയിലുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ് വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട്, നിന്റെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം സൂക്ഷ്മത നമ്മളെക്കുറിച്ച് ദൈവത്തിനുണ്ട്. നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും, നമ്മുടെ ബലഹീനതകളെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച്, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഒക്കെ അറിയാൻ ദൈവത്തിന്. പിന്നെ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണ്? ചോദിക്കുവിൻ നൽകപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് നിർത്താനുള്ള മാർഗങ്ങളാണ്. പക്ഷെ ദൈവത്തിന് അറിയാം, നമ്മൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും, ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ചോദിച്ചതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നമ്മുടെ ആവശ്യം അറിയുന്നവനാണ് ദൈവം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം പറയുന്നില്ലേ, എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞങ്ങൾ വാ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് വചനം കിട്ടാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് ആവശ്യപ്പെടുകയാണ് സഭയോട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ എത്രയോ പേരാണ് അച്ഛാ പ്രാർത്ഥിക്കണം, സിസ്റ്ററെ പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ പറയുന്നു, മക്കൾ പറയുന്നു, യുവജനങ്ങൾ പറയുന്നു, അച്ഛന്മാരുടെയും പിതാക്കന്മാരുടെയൊക്കെ ബ്ലെസ്സിങ് വാങ്ങിക്കാനായിട്ട് വരുന്നു, തീർത്ഥകേന്ദ്രങ്ങളിൽ പോയി തപസ്സിരുന്ന് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, അവിടെയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ധ്യാനം നടത്തുന്ന സമയത്ത് വേറെ മുറിയിലിരുന്ന് മണിക്കൂറുകളോളം ഉപവസിച്ച് ത്യാഗം ചെയ്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അതിനർത്ഥം എന്താ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ ഇടവകയിൽപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വഴിമാറി നടക്കുന്ന, തെറ്റായ വഴിയിലൂടെ നടക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശീലം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, കുടുംബ കൂട്ടായ്മകളിൽ, ഇടവകയിലൊക്കെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു കരുത്താണ്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന കരുത്തെന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതല്ല.
പ്രാർത്ഥനയിലൂടെ ദൈവമേ, നിൻ്റെ പുത്രനെ, നിൻ്റെ പുത്രിയെ ഇന്ന അപകടത്തിൽ നിന്ന്, ഇന്ന ദുശീലത്തിൽ നിന്ന്, ഇന്ന രീതിയിലുള്ള ജീവിത രീതികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ആ കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാകണേ എന്ന് നമ്മൾ ഒട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി രണ്ടിൽ കൂടുതൽ പേര് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മധ്യ ഞാനുണ്ടായിരിക്കും. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ചിന്ത ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകണം. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ളത്, ഇതിനൊക്കെ ആക്കം കൂട്ടുന്ന ശക്തി പകരുന്നതാണ് നമ്മുടെ ദശാംശം എന്ന് പറയുന്നത്. ദശാംശം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ദശാംശം എന്ന് പറയുന്നത് സമ്പാദ്യത്തിൻ്റെ, പണത്തിൻ്റെ 10% എന്നുള്ളതല്ല ആണ്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബിനുണ്ടായ ദർശനം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ കല്ല് ഇറക്കി വെച്ച് ഉറങ്ങി, അങ്ങനെ അവനുണ്ടായ ദൈവാനുഭവം, അങ്ങനെ ആ കല്ല് നിവർത്തി വെച്ച് അതിൽ തൈലമൊഴിച്ച് ഇവിടെ ഇതന്നെയാണ് ദൈവാലയം, ദൈവത്തിൻ്റെ ഇടം എന്ന് അനുഭവിച്ചറിഞ്ഞ യാക്കോബ് പിന്നെ പറയുന്നത് എന്താണ്? ഇന്ന് മുതൽ എനിക്കുള്ളതിൻ്റെ 10% ദൈവം എനിക്ക് തരുന്നതിൻ്റെ 10% ഞാൻ കൊടുക്കും. അവിടെ യാക്കോബ് പറഞ്ഞത് പണം മാത്രമാണ്. അവിടെ യാക്കോബ് പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നതിൻ്റെ 10%. അങ്ങനെ വരുമ്പോൾ ഈ പണത്തിൻ്റെ 10% എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആ രീതിയിലേക്ക് ലിമിറ്റ് ചെയ്തിരുന്ന എൻ്റെ അഭിപ്രായം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ കഴിവുകളുടെ, നമ്മുടെ സാധ്യതകളുടെ 10% നമ്മൾ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതാണ് ബൈബിൾ എൻവിസേജ് ചെയ്യുന്ന ദശാംശം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സമയത്തിൻ്റെ എടുക്കാതെ കൂടെ, സമയത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമുക്ക് 2 മണിക്കൂർ 24 മിനിറ്റ്, അത് 10% ദൈവത്തിനുള്ളതാണ്, മനുഷ്യർക്കുള്ളതാണ്. എത്ര സമയം മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ദശാംശം എന്ന് പറയുന്നത് ദൈവാനുഭവം ലഭിക്കാൻ, നമുക്കറിയാം ഇന്നിപ്പോൾ അതൊക്കെ ആ ഒരു കൾച്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പണ്ടത്തെ പോലെയല്ല. എത്രയോ പേരാണ് ഓരോ പ്രത്യേക നിയോഗം വെച്ചുകൊണ്ട്, ചിലപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമായിരിക്കാം, ചിലപ്പോൾ വൈദിക പരിശീലനമായിരിക്കാം, അല്ലെങ്കിൽ പള്ളി പണിയാനായിരിക്കാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്കായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ദശാംശം കൊടുക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥർ. എനിക്കറിയാം, ഈ അടുത്തിവിടെ 2 പ്രാവശ്യം ഒരു ശങ്കരൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ, എനിക്ക് ഒട്ടും അറിയില്ല ആള്. നമ്മുടെ ഇവിടെ ജോലി ചെയ്ത് പോയ അച്ഛനായിട്ട് പരിചയപ്പെട്ട്, അപ്പം അച്ഛൻ്റെ കെയർ ഓഫിൽ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ രൂപതയുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ അയച്ചു തരികയാണ്. 10,000 അയക്കുള്ളൂ, പക്ഷേ 10,000 മതിയല്ലോ. ആ പാവപ്പെട്ട മനുഷ്യൻ അധികം സമ്പാദ്യമൊന്നുമില്ല, ഒരു ഹൈന്ദവ സഹോദരനാണ്. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ വചനം വായിച്ചപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമുക്കുള്ള കഴിവുകളൊക്കെ, നമുക്കുള്ള സാധ്യതകൾ, അതിൽ നിന്നൊരു പങ്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മയുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിക്കോ, നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ നമുക്ക് തിരിച്ചു കിട്ടും. ചില ആളുകളുണ്ട്, ഉള്ളത് കൊടുക്കില്ല, വളരെ ലുപ്തമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഒന്നും കൊടുക്കില്ല ആർക്കും. ഒരുപാട് സ്വന്തപ്പെട്ടവർ തന്നെ, ഇടവകപ്പെട്ടവരും സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നു, പക്ഷെ ഒന്നും കൊടുക്കില്ല. പക്ഷെ അവർ എന്താ സംഭവിക്കുന്നത്? എല്ലാം ലുപ്തങ്ങനെ കൂട്ടി വെച്ച് അവർ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ല, മക്കൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ കേസും കൂട്ടുമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 36, തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകത്തക്ക വിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തനിക്ക് പിതാവിന് വേറെ അതിനേക്കാൾ വിലപ്പെട്ട ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ കൊടുത്ത് നമ്മളെ സ്നേഹിച്ച ഈശോ പറയാണ്, നീ കൊടുക്കണം. കർത്താവ് വന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിൽ പങ്കുചേരണം. ഒരു പക്ഷേ കർത്താവ് കൊടുത്തതുപോലെ നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ദൈവം എന്നുള്ള രീതിയിൽ കർത്താവിന് കൊടുക്കാൻ തന്നെ മുഴുവനായിട്ടും അവസാനത്തുള്ളിൽ രക്തം വരെ ചിന്തി മാത്രമല്ല, കാൽവരിയിൽ തനിക്ക് പിന്നെ ഉണ്ടായിരുന്ന തൻ്റെ അമ്മയെ പോലും സഭയ്ക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കൊടുത്തു.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഈ 5 ചിന്തകളോടുകൂടി നിങ്ങൾക്ക് ദേവാലയത്തിൽ പോകാൻ തോന്നട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതായത് വിശുദ്ധിയോടുകൂടി, നിർമ്മലതയോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലണം. രണ്ടാമതായിട്ട് നീതിബോധത്തോടു കൂടി. ചാരിറ്റിക്ക് മുമ്പ് നീതിബോധം ഉണ്ടാകണം. അറിയിക്കുന്നവർ കൊടുക്കണം. ഈ അറിയിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ, ചിലർക്ക് ബഹുമാനമായിരിക്കാം, ചിലർക്ക് സാമ്പത്തിക സഹായമായിരിക്കാം, ചിലർക്ക് ചിലരോട് ക്ഷമയായിരിക്കാം, ചിലർ ചിലപ്പോൾ അംഗീകരിക്കലായിരിക്കാം. ഏതെങ്കിലും ആവട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് നീതിബോധത്തോടു കൂടി കൊടുക്കാനുള്ള താല്പര്യം. അതുപോലെ തന്നെ കിട്ടിയ നന്മകൾക്ക് നല്ല ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരാകണം. പരാതി കൊടുക്കുകൾ മാത്രമാകാതെ നന്മകൾക്ക് നന്ദി പറയുകയും, കർത്താവേ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ കിട്ടിയില്ല, എനിക്ക് പരിഭവമൊന്നും ഇല്ല കേട്ടോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആ നന്മ കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള, നന്ദി പറഞ്ഞ് പിന്നെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ശൈലി നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും സൗഖ്യവും ഐശ്വര്യവും മറ്റുള്ളവർക്കും ഉണ്ടാകണം. അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ശീലം നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്കുള്ളതിൽ നിന്ന് 10%, നമ്മുടെ സമയത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, കഴിവുകളുടെ, സമ്പത്തിൻ്റെ 10% അത് ദൈവത്തിനുള്ളതാണ്, സുവിശേഷ വേലയ്ക്കുള്ളതാണ്, പാവപ്പെട്ടവർക്കുള്ളതാണ്. അത് കൊടുക്കാതെ നമ്മൾ സമ്പാദിച്ചാൽ ആ സമ്പാദ്യം ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ദേവാലയത്തിൽ നിന്ന് ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കാൻ ഇടവരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.